Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. NHS ഇംഗ്ലണ്ട് മേധാവിയുടെ പ്രവർത്തനങ്ങളിൽ ശക്തമായ അതൃപ്തി എംപിമാർ രേഖപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പ്രിച്ചാർഡിന്റെ നേതൃത്വത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മേധാവി ഉൾപ്പെടെയുള്ള NHS നേതൃനിര നൽകിയ ഉത്തരങ്ങളിൽ കടുത്ത നിരാശയാണ് എംപിമാർ പ്രകടിപ്പിച്ചത്. നേരത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ എംപിമാർ ലേബർ സർക്കാർ NHSൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന കർമ്മപരിപാടികൾക്ക് നേതൃത്വം നൽകുവാനുള്ള പ്രിച്ചാർഡിന്റെ നേതൃത്വ പാഠത്തെക്കുറിച്ച് ഗുരുതരമായ ആശയങ്ങൾ പ്രകടിപ്പിച്ച് റിപ്പോർട്ടുകൾ നൽകിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വീണ്ടും വിമർശന പെരുമഴയായി എംപിമാർ രംഗത്ത് വന്നത്. ഇതിനെ തുടർന്ന് പ്രിച്ചാർഡിന്റെ 3.5 വർഷത്തെ ചുമതല അവസാനിക്കുവാൻ സാധ്യതയുണ്ടെന്ന് NHSന്റെ മുതിർന്ന തലങ്ങളിൽ അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ട്. ജൂലൈ 4 പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി അധികാരമേറ്റതിനു ശേഷം NHS ഇംഗ്ലണ്ടും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറും തമ്മിൽ നല്ല ബന്ധമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ ചാൻസലർ അവതരിപ്പിച്ച ബജറ്റ് മുതലാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ബ്രിട്ടനിലെ റോഡുകളിൽ ഡ്രൈവർമാർ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ചില ഡ്രൈവർമാർ മണിക്കൂറിൽ 164 mph സ്പീഡിൽ വാഹനം ഓടിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ വേഗതയിൽ വാഹനം ഓടിക്കുന്നത് തങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അപകടം വരുത്തിവെക്കുമെന്നും ഡ്രൈവർമാർ ഇത്രയും സ്വാർത്ഥത കാണിക്കരുതെന്നും പോലീസ് കർശന നിർദ്ദേശം നൽകി. 2019 2023 ഇടയിൽ മണിക്കൂറിൽ 100 mph വേഗതയിൽ ഓടിക്കുന്ന 24,000-ലധികം വാഹനങ്ങൾ ക്യാമറയിൽ പതിഞ്ഞതായാണ് പോലീസിന്റെ ഡാറ്റ കാണിക്കുന്നത്. കെന്റിലെ M25 കാറും ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ മറ്റൊരു കാറും മണിക്കൂറിൽ 164 mph വേഗതയിൽ ഓടിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. US-ൽ ലാൻഡിങ്ങിനിടെ യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് അപകടം. US സമയം രാത്രി 9:30 അപകടം നടന്നത്. റീഗൻ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വിമാനത്തിൽ 65 യാത്രക്കാർ ഉണ്ടായിരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇടിച്ച വിമാനം സമീപത്തെ നദിയിലേക്ക് വീണുവെന്നാണ് പ്രാഥമിക നിഗമനം. റൺവേയിൽ വിമാനം ഇറങ്ങിയതിന്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അമേരിക്കൻ എയർലൈൻസിന്റെ CRJ-700 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 375 അടി ഉയരത്തിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം പോട്ടോമാക് നദിയിലേക്ക് വീണുവെന്നതാണ് സൂചന. ഇനി നാട്ടിലെ വാർത്തകൾ. യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലക്കുന്നുവെന്ന ആരോപണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് 14 പേജുള്ള വിശദീകരണ കത്ത് കെജ്രിവാൾ കൈമാറിയത്. ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത തരത്തിൽ യമുനയിലെ അമോണിയയുടെ അളവ് ഉയർന്നു. ഡൽഹിയിലെ ജലബോർഡിനെ ഉദ്ധരിച്ച് കെജ്രിവാൾ പറഞ്ഞു, ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ് ഡൽഹിക്ക് കുടിവെള്ളം കിട്ടുന്നത്. അടുത്തിടെ ലഭിക്കുന്ന വെള്ളം വളരെ മലിനവും ആരോഗ്യത്തിന് ദോഷവുമുള്ളതാണ്. അരാജകത്വം സൃഷ്ടിക്കുന്ന നീക്കത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ BJP സർക്കാർ വെള്ളത്തിൽ വിഷം കലർത്തുകയാണ്. ഡൽഹി ജലബോർഡിന്റെ ജാഗ്രത കൊണ്ടാണ് അത് തടയാനായത്. തൃശൂർ കൊരട്ടി കൂന്നൂരിൽ CPM പ്രവർത്തകൻ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിനോഭായിയെ സുപ്രീം കോടതി വിട്ടയച്ചു. 2010 സംഭവത്തിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട വിനോഭായിയെ സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് അഭയ് S. ഓഖ അധ്യക്ഷനായ ബെഞ്ച് വിട്ടയച്ചത്. കോന്നൂർ പനംകൂട്ടത്തിൽ രാമകൃഷ്ണനെ 2010 ഡിസംബർ 31 കുത്തിക്കൊന്നുവെന്നാണ് കേസ്. 2012 വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചു. കേസിലെ 2 ദൃക്സാക്ഷികളും നൽകിയ മൊഴിയിലെ പൊരുത്തക്കേടുണ്ടെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ഇരുവരും പോലീസിൽ വിവരം അറിയിച്ചില്ല. ഒരു ദൃക്സാക്ഷി സുമേഷ് എന്നയാളോട് സംഭവത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും അയാളുടെ മൊഴി രേഖപ്പെടുത്തിയില്ല. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇന്നും നാളെയും തെക്കൻ മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവസാന ദിനത്തിലെ കൂട്ടപ്പൊരിച്ചിലുകൾക്കൊടുവിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ച് 8 ടീമുകളുടെയും പ്ലേ ഓഫ് കളിക്കേണ്ട 16 ടീമുകളുടെയും കാര്യത്തിൽ അന്തിമ ചിത്രമായി. ലിവർപൂളും ആർസനലും ഉൾപ്പെടെയുള്ള ടീമുകൾ നേരിട്ട് പ്രീ ക്വാർട്ടറിൽ കടന്നപ്പോൾ റയൽ മാഡ്രിഡും ബയൺ മ്യൂണിച്ചും PSG-യും ഉൾപ്പെടെയുള്ള വമ്പന്മാർ പ്ലേ ഓഫ് കളിക്കണം. അവസാന മത്സരത്തിൽ പിന്നിൽ നിന്ന് തിരിച്ചടിച്ച് ജയിച്ച മാഞ്ചസ്റ്റർ സിറ്റിയും ഒരുവിധം പ്ലേ ഓഫ് യോഗ്യതയുള്ള ടീമുകളുടെ കൂട്ടത്തിൽ കയറിക്കൂടി. ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയ ഫോർമാറ്റ് പ്രകാരം ആകെയുള്ള 36 ടീമുകളിൽ ആദ്യ 8 സ്ഥാനത്തെത്തുന്ന ടീമുകളാണ് നേരിട്ട് പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടുക. 9 മുതൽ 24 വരെ സ്ഥാനങ്ങളിലുള്ള 16 ടീമുകൾ പ്ലേ ഓഫ് കളിച്ച് ജയിക്കുന്ന 8 ടീമുകൾ കൂടി പ്രീ ക്വാർട്ടറിൽ കളിക്കും. ശേഷിക്കുന്ന 16 ടീമുകളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താവുക. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.75 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.